ഈ വീര്യം കുറഞ്ഞ മദ്യം അതേപോലെ വീര്യം കെട്ട നയമെന്ന് വിമർശിക്കുകയാണ് സമസ്ത. UDF സർക്കാരിന്റെ നടപടി ആശങ്കയുണ്ടാക്കുന്നതെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം വിമർശിക്കുന്നു. നികുതി ഇളവ് ബെക്കാഡി കമ്പനിയെ സഹായിക്കാനാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. അത് ഗൗരവമുള്ളതാണ്. മുന്നണിയിൽ നിന്നുയർന്ന എതിർപ്പ് സർക്കാരിനെ സംശയമുനയിൽ നിർത്തുന്നു. വ്യക്തമായ വിശദീകരണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും സമസ്ത പറയുകയാണ്. വിവരങ്ങളുമായി ബെൻസൻ ബാബു നമുക്കൊപ്പം തത്സമയം ചേരുന്നു കോഴിക്കോട് നിന്ന്. ബെൻസൻ, വലിയ വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച ബെക്കാഡി ആരോപണം, അത് കൂടി വന്നതിന് പിന്നാലെ പൂർണ്ണമായും മുന്നണിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നിരിക്കുന്നു. ലീഗ് അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. സമസ്ത കഴിഞ്ഞ ദിവസവും അവരുടെ ആശങ്കകൾ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതേ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. വലിയ ആശങ്ക അറിയിക്കുകയാണ് സമസ്ത നേതൃത്വം അവരുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിലൂടെ. അത് എഡിറ്റോറിയൽ പേജിലൂടെ തന്നെയാണ് ആ ഒരു വിമർശനം അല്ലെങ്കിൽ ആശങ്ക അവർ മുൻപോട്ട് വെക്കുന്നത്. അതിൻ്റെ ഹെഡിങ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടോട് കൂടിയാണ് ഈ ഒരു എഡിറ്റോറിയൽ ആരംഭിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് അതിരൂക്ഷ വിമർശനം തന്നെയാണ് സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരെ അവർ എടുത്തിട്ടുള്ളത്. ഇതിൽ ആശങ്ക സൃഷ്ടിക്കുന്ന നടപടിയാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും യുവതലമുറയുടെ ഭാവിയെയും ബാധിക്കുന്ന വിഷയമാണ് എന്നതും പറഞ്ഞു വെക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് തോന്നിയത് സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ സൃഷ്ടിച്ച് മദ്യ ഉപഭോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനുള്ള സാധ്യത ഈ ഒരു നയമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത്തരമൊരു അവസ്ഥയിലേക്ക് സാധ്യതകൾ തെളിയുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം മുന്നണിക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. സാദിഖ് അലി തങ്ങൾ, KC വേണുഗോപാൽ, VM സുധീരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യുവജന സംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സമസ്ത തന്നെ നേരത്തെ തന്നെ അവർക്ക് ഈ വിഷയത്തിലുള്ള ആശങ്ക അവർ പ്രകടമാക്കിയിരിക്കുന്നു. അപ്പോൾ അത് ഒന്നുകൂടി തന്നെ ഓർമ്മിപ്പിക്കുന്ന നിലയിലാണ് ഇന്നിപ്പോൾ ഈ മുഖപത്രത്തിൽ അവരുടെ എഡിറ്റോറിയലായി തന്നെ ഈ വിഷയങ്ങൾ മുൻപോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മുന്നണിയിൽ ഇക്കാര്യം വ്യക്തമാക്കാൻ കഴിയാത്ത സർക്കാരിന് അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ ഏത് നിലയിൽ സാധിക്കും എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ സർക്കാരിന് ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ജനങ്ങൾക്ക് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു നയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ മദ്യ ഉപഭോഗം സമൂഹത്തിൽ വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് എങ്കിൽ അതൊരു തരത്തിലും നടപ്പിലാക്കരുത് എന്ന ആവശ്യം തന്നെയാണ് മുൻപോട്ട് വെക്കുന്നത്. ക്രിസ്ത്യൻ സംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിച്ച് മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു വരുന്നു. അപ്പോൾ ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്നത് പോലെ തന്നെ സർക്കാർ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയേണ്ടതുണ്ട്. ഇതൊരു അഴിമതി ആരോപണമായി തന്നെ സഭയിൽ ഉയർന്നു വന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിലൊരു വ്യക്തത, എന്താണ് ഈ നയമാറ്റത്തിന് പിന്നിലെ കാരണം എന്നതിലൊരു വ്യക്തത സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് VD സതീശൻ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നത്തോടുകൂടി വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്ന ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലൊക്കെ ഒരു തീരുമാനമാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട്